ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഹ്യൂമൻ സ്കെലട്ടൺ ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ കുറേ ആനിമൽസിന്റെ സ്കെലട്ടൺ കണ്ടു അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ മനുഷ്യന്റെ അസ്ഥികൂടത്തെ കുറിച്ചിട്ടാണ് അല്ലേ. നോക്കിക്കേ, നല്ല ഭംഗിയുണ്ടോ കാണാനായിട്ട്? അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ബോഡിയുടെ സ്കെൽട്ടൽ സിസ്റ്റം ഇങ്ങനെയാണ്. ഓക്കെ, നമുക്കിവിടെ എന്താണ്, നമ്മുടെ സ്കള്ള് കാണാല്ലേ. ഈ പാർട്ട് എന്താണ്? സ്കള്ളാണ്, തലയോട്ടിയാണ് അല്ലേ. നമ്മൾ ഭംഗിയിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ രൂപം ഉണ്ടല്ലേ, പക്ഷെ ശരിക്കും നമ്മുടെ സ്കെൽട്ടൻ എങ്ങനെ ഇരിക്കുന്നേ? ഇങ്ങനെയാണ്. ഓക്കെ, യെസ്. ദെൻ ഈ ഭാഗം എന്താ? നമ്മുടെ കൈയുടെ ഭാഗമാണല്ലേ. യെസ്, നമ്മുടെ കൈയുടെ ഭാഗമാണ്. ദെൻ ഇത് നമ്മുടെ കാലിൻ്റെ ഭാഗമാണല്ലേ. യെസ്, നമ്മുടെ സ്റ്റൊമക്കിൻ്റെ റീജിയനൊക്കെ വരുന്നുണ്ട്. ദെൻ ഇവിടെ എന്താ? നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻസ്, നമ്മുടെ ഹാർട്ട്, ലങ്സ് ഒക്കെ ഇവിടെയാണ് സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത് അല്ലേ, റിബ് കേജിൻ്റെ ഉള്ളിൽ അല്ലേ. ഓക്കെ, ദെൻ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥികളുണ്ട്? എന്തോരം ബോൺസ് ആണ് നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിലുള്ളത്? 206. ഓക്കെ, 206ഓളം അസ്ഥികളാണ് നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിലുള്ളത്. ഓക്കെ, ഹ്യൂമൻ ബോഡി ഹാസ് 206 ബോൺസ്. ഓക്കെ, ദെൻ നോക്കിക്കേ, ഫസ്റ്റത്തെ പിക്ചറിൽ എന്താ നിങ്ങൾ കാണുന്നേ? സ്കള്ള് കാണുന്നുണ്ട് അല്ലേ, തലയോട് കാണുന്നില്ലേ? ഓക്കെ, ദെൻ തലയോട് എന്തൊക്കെ രീതിയിലാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നേ? സ്കൾ ഏതൊക്കെ രീതിയിലാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നേ? നമ്മുടെ കണ്ണ്, മൂക്ക് ഇതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. എന്നിട്ട് നമ്മുടെ ബ്രെയിൻ അല്ലേ, ഇവയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? സ്കള്ളാണ്, തലയോടാണ് അല്ലേ. ഓക്കെ, നമ്മുടെ തലയോടിൻ്റെ ഉള്ളിൽ നമ്മുടെ ബ്രെയിനും നമ്മുടെ കണ്ണും ഒക്കെ എന്താണ്? സേഫ് ആയിട്ടുണ്ട് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പിക്ചറിൽ എന്താ കാണുന്നേ? റിബ്സ് ആണ് അല്ലേ. റിബ്സ് എന്താണ്? വാരിയല്ലാണല്ലേ. അപ്പം നല്ല മെലിഞ്ഞ ആൾക്കാരിലൊക്കെ അല്ലേ, നിങ്ങൾ നല്ല മെലിഞ്ഞവരുണ്ടോ? ഓക്കെ, അപ്പം ഈ നമ്മുടെ ബോഡിയിൽ അല്ലേ, മെലിഞ്ഞവരായിക്കോട്ടെ ഏത് ബോഡി ആയിക്കോട്ടെ, നമ്മളിങ്ങനെ തൊടുമ്പോൾ അല്ലെ, നമ്മുടെ ബോഡിയിൽ നമ്മളിങ്ങനെ തൊടുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? നമുക്ക് എന്താ ഫീൽ ചെയ്യാൻ പറ്റുന്നേ? ഒരു ചെറിയ റിബ്സ് നമ്മുടെ വാരിയിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. തൊട്ട് നോക്കിക്കേ എല്ലാവരും. നമ്മുടെ അപ്പർ ബോഡിയിൽ ഇങ്ങനെ നമ്മുടെ ചെസ്റ്റ് റീച്ചിൻ്റെ അവിടെയൊക്കെ നമ്മളിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? നമ്മുടെ ചിലരുടെ ബോഡി ചില പ്രോട്ടീൻ ഡെഫിഷ്യൻസി നമ്മൾ ചാപ്റ്റർ 5 കണ്ടു അല്ലേ. പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉള്ള ക്വാഷിയോർക്കർ എന്ന് പറയുന്ന അസുഖമുള്ള കുട്ടികളുടെ റിബ്സ് ഒക്കെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡിയിലാണെങ്കിലും ചിലപ്പോൾ നമുക്ക് നല്ല ലീൻ ആയിട്ടുള്ള നല്ല മെലിഞ്ഞ ശരീരമാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ. നമ്മളിപ്പോൾ തൊട്ട് നോക്കിയാൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല റിബ്സ്. യെസ്, അതാണ് നമ്മുടെ വാരിയൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ദ ബോൺസ് ഓഫ് ദ ഹാൻഡ് അല്ലേ. നെക്സ്റ്റ് പിക്ചറിൽ എന്താ കാണുന്നേ? നമ്മുടെ കയ്യിലെ അസ്ഥികളാണ് അല്ലേ. കയ്യിലെ അസ്ഥികളുടെ പിക്ചറാണ് കാണുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് പിക്ചറിൽ എന്താ കാണുന്നത്? വെർട്ടിബ്രൽ കോളം അല്ലെ. എന്താ വെർട്ടിബ്രൽ കോളം? എന്താണ്? നട്ടെല്ലാണ് അല്ലേ. ഓക്കെ, അതായത് നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് നട്ടെല്ല്. ഓക്കെ, നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്ന് അങ്ങ് താഴോട്ട് വരുന്നതാണ് നമ്മുടെ വെർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ നട്ടെല്ല് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഈ പിക്ചറിൽ ഇവിടെ കാണുന്നുണ്ടോ? ഇതാണ് വെർട്ടിബ്രൽ കോളം. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബോഡിയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസ്ഥികൾ. ഓക്കെ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോൺസും അവയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും എന്തൊക്കെയാണ് അവയുടെ യൂസസ് എന്നൊക്കെയാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്കൾ അല്ലെ, നമ്മുടെ തലയോട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. എന്താണ് സ്കൾ? ഈ പിക്ചറിൽ കാണുന്നതാണ് സ്കൾ അല്ലേ. ഓക്കെ, ദെൻ അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ സ്കളിൻ്റെ ഫീച്ചേഴ്സ്? എന്തൊക്കെയാണ്? It is composed of light flat bones joined together അല്ലേ. എന്താ പറയുന്നേ? ലൈറ്റ് ആയിട്ടുള്ള ഫ്ലാറ്റ് ബോൺസ് ആണ് അല്ലേ, പരന്ന അസ്ഥികളാണെന്നാണ് പറയുന്നത് അല്ലേ. then it is joined together അല്ലേ. അവയ്ക്ക് തമ്മിൽ സ്പേസ് ഉണ്ടോ? സ്പേസ് ഇല്ല അല്ലേ. ലൈറ്റ് ആൻഡ് ഫ്ലാറ്റ് ബോൺസ് എങ്ങനെയാണ്? അവർ ഒരുമിച്ചാണ് കാണാൻ പറ്റുക അല്ലേ. they are joined together. അപ്പം എങ്ങനെ ഇരിക്കും? ഏകദേശം ഇങ്ങനെ ഇരിക്കും അല്ലേ. ലൈറ്റ് ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള ബോൺസ് ആണ് അല്ലേ. യെസ്, അവ ഫ്ലാറ്റ് ആയിട്ടുള്ള ബോൺസ് ആണ്. ഓക്കെ, ലൈറ്റ് ആണ്, ഫ്ലാറ്റ് ആയിട്ടുള്ള ബോൺസ് ആണ്. യെസ്, ദെൻ നമുക്ക് എത്ര ബോൺസ് കാണാൻ പറ്റും നമ്മുടെ സ്കളിൽ? 22. ഓക്കെ, 22 ബോൺസ് നമ്മുടെ സ്കളിൽ പ്രസന്റ് ആണ്. ഓക്കെ, ദെൻ എന്താണ് നമ്മുടെ തലയോട് കൊണ്ടുള്ള യൂസ്? എന്താണ്? ഏതൊക്കെ രീതിയിലാണ് തലയോട് യൂസ്ഫുൾ ആവുന്നത്? ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ബ്രെയിൻ അല്ലേ. നമ്മുടെ തലച്ചോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മുടെ സ്കള് നമ്മുടെ തലച്ചോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ തലച്ചോറ് നമ്മുടെ സ്കളിൻ്റെ ഉള്ളിൽ എന്താണ്? സേഫ് അല്ലേ? സേഫ് ആണ് അല്ലേ. ഓക്കെ,
ദെൻ നെക്സ്റ്റ് എന്താണ്? റിബ്സ്. ഓക്കെ, നമ്മുടെ വാരിയല് അല്ലെ, നമ്മൾ പിക്ചറിൽ കണ്ടതല്ലേ വാരിയല്. ഓക്കെ, ഇതാണ് നമ്മുടെ റിബ്സിന്റെ പിക്ചർ. ഓക്കെ, ദെൻ റിബ്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? ഇറ്റ് ഈസ് 12 pairs ഓഫ് കർവ്ഡ് ബോൺസ് അല്ലേ. 12 പെയർ ഉണ്ട്. ഓക്കെ, ഓഫ് കർവ്ഡ് ബോൺസ് ആണ് അല്ലേ. നമ്മുടെ സ്കൾ എങ്ങനത്തെ ബോൺസ് ആയിരുന്നു? ഫ്ലാറ്റ് ബോൺസ് ആയിരുന്നു അല്ലേ. സ്കള് തലയോടിലുള്ളത് ഫ്ലാറ്റ് ആയിട്ടുള്ള ബോൺസ് ആയിരുന്നു. നമ്മുടെ റിബ്സിലുള്ളത്, വാരിയിലുള്ളത് എങ്ങനത്തെ ബോൺസ് ആണ്? കർവ്ഡ് ആണ് അല്ലെ, കുറച്ച് വളഞ്ഞ ബോൺസ് ആണ് അല്ലെ. എങ്ങനെ ഇരിക്കും അപ്പൊ അത്? ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഓക്കെ, കർവ്ഡ് ആയിട്ടുള്ള ബോൺസ് ആണ് റിബ്സിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? യെസ്. ദെൻ എത്രയുണ്ട്? 12 pairs ആണ് അല്ലേ. യെസ്, ഒരു സൈഡിൽ 12, അടുത്ത സൈഡിൽ 12, അപ്പോൾ 24 അല്ലേ. 12 pairs ഓഫ് കർവ്ഡ് ബോൺസ് ആണ് നമുക്ക് റിബ്സിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ ഏതൊക്കെ രീതിയിൽ അത് യൂസ്ഫുൾ ആവുന്നത്? ഇറ്റ് പ്രൊട്ടക്ട്സ് ദി ഹാർട്ട് ആൻഡ് ലങ്സ് അല്ലേ. നമ്മുടെ ഹാർട്ടിനെയും ലങ്സിനെയും റിബ്സ് പ്രൊട്ടക്റ്റ് ചെയ്യും അല്ലേ. നോക്കിക്കേ. യെസ്, ഇവിടെ നമുക്ക് നമ്മുടെ റിബ്സ് കാണാം അല്ലേ. റിബ്സ് കണ്ടുകൂടെ ഈ പിക്ചറിൽ? യെസ്, റിബ്സ് കാണാം. റിബ്സിന്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ ഹാർട്ടും ലങ്സും ഒക്കെ കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, നമുക്കിവിടെ നമ്മുടെ ഹാർട്ടും ലങ്സും കാണാം അല്ലേ. അപ്പോൾ നമ്മുടെ റിബ്സ് അതിനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. നമ്മളൊരു റെയിൻ കോട്ടിന്റെ ഉള്ളിൽ നമ്മൾ എന്തിനാ റെയിൻ കോട്ട് ഇടുന്നേ? മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലേ. അല്ലെങ്കിൽ ഒരു അംബ്രല എന്തിനാ? മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ചൂടേക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലേ. അപ്പം അതുപോലെ തന്നെ നമ്മുടെ വാരിയിൽ എന്താ, ഒരു റെയിൻ കോട്ട് പോലെ അല്ലെങ്കിൽ ഒരു അംബ്രല പോലെ നമ്മുടെ ഹാർട്ടിനെയും ലങ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ഏത് ബോണാണ്? വെർട്ടിബ്രൽ കോളം അല്ലേ. വെർട്ടിബ്രൽ കോളം ഏതൊക്കെ രീതിയിലാണ് വെർട്ടിബ്രൽ കോളം ഹെൽപ്പ് ചെയ്യുന്നത്? നട്ടല് ഏതൊക്കെ രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നേ? നമ്മുടെ ബോഡീനെ ഇറക്റ്റ് ആയിട്ട് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലേ. ഹെൽപ്സ് ടു സ്റ്റാൻഡ് സ്ട്രെയിറ്റ് ആൻഡ് കീപ് ദ ബോഡി ഇറക്റ്റ് അല്ലെ. നമ്മളെ നേരെ നിൽക്കാനായിട്ട് അല്ലെ, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ വെർട്ടിബ്രൽ കോളമാണ് അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ നേരെ നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ബോഡീനെ ഇറക്റ്റ് ആയിട്ട് വെക്കില്ലേ? നല്ല പോസ്ചറിൽ അല്ലേ, നല്ല പോസ്ചറിൽ നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? വെർട്ടിബ്രൽ കോളമാണ് അല്ലേ. ഓക്കെ, ദെൻ നമ്മുടെ നട്ടലിൻ്റെ വേറെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 33 bones ടുഗെദർ ഇൻ ദ ഫോം ഓഫ് എസ് ഷേപ്പ് അല്ലേ. ഏത് ഷേപ്പാണ്? എസ് ഷേപ്പിൽ 33 അസ്ഥികളാണ് നമുക്ക് നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിൽ കാണാൻ പറ്റുന്നത് അല്ലേ. ക്ലിയർ അല്ലേ ഇതുവരെ? നമ്മുടെ നെക്സ്റ്റ് ബോൺസ് ആണ് നമ്മുടെ ഹാൻഡിലുള്ള ബോൺസ് അല്ലെ, നമ്മുടെ കയ്യിലുള്ള ബോൺസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബോൺസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? നമുക്ക് 32 ബോൺസ് അല്ലെ, 32 ചെറിയ അസ്ഥികൾ കൊണ്ടാണ് നമ്മുടെ കൈ മേടപ്പായിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ കയ്യിൽ ചെറിയ 32 ബോൺസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, യെസ്. ദെൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബോൺസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണല്ലേ. നമ്മുടെ കൈ ഇങ്ങനെ ചലിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മുടെ കയ്യിൽ ബോൺസ് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. യെസ്. ദെൻ നെക്സ്റ്റ് ബോൺസ് ഇൻ ദ ലെഗ് അല്ലെ, നമ്മുടെ കാലിലുള്ള അസ്ഥികൾ എന്തായിരിക്കും? അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? നമുക്ക് 30 ബോൺസ് ഉണ്ട് അല്ലേ. നമ്മുടെ ഒരു കാലിൽ എത്ര ബോൺസ് ഉണ്ട്? 30 ബോൺസ് ആണ് നമ്മുടെ ഒരു കാലിൽ പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ദെൻ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ ബോൺസ് പ്രസന്റ് ആയിട്ടുള്ളത്? ചലിക്കാൻ വേണ്ടിയിട്ടാണല്ലേ. നമുക്ക് ഓടാനും നടക്കാനും ചാടാനും ഒക്കെ എന്ത് വേണം? നമ്മുടെ ബോൺസ് വേണം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഷേപ്പ് മാത്രമല്ല, നമ്മുടെ ബോഡി പാർട്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക മാത്രമല്ല, മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടും അല്ലെ, നമുക്ക് ചലിക്കാൻ വേണ്ടിയിട്ടും ബോൺസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഇറ്റ് ഹെൽപ്സ് ഫോർ ദി മൂവ്മെൻറ്റ് ഓഫ് ദ ലെഗ്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്കൾ? അപ്പോൾ നമ്മുടെ തലയോടിൻ്റെ എന്തൊക്കെയായിരിക്കും? നമ്മുടെ തലയോടിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? എന്തിനു വേണ്ടിയിട്ട് നമുക്ക് തലയോട് പ്രസന്റ് ആയിട്ടുള്ളത്? എന്തിനു വേണ്ടിയിട്ടാണ്? സ്കൾ is composed of flat bones and curved bones joined together അല്ലേ. നമ്മുടെ സ്കളിൽ ഫ്ലാറ്റ് ബോൺസ് ഉണ്ട് അല്ലേ, നമ്മൾ പഠിച്ചതാണ് അല്ലേ. നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള ബോൺസ് ഉണ്ട്. അവ സെപ്പറേറ്റഡ് ആണോ? അല്ല, ദേ ആർ ജോയിൻഡ് ടുഗെദർ അല്ലേ. അവ ജോയിൻഡ് ടുഗെദർ ആണ്. ഓക്കെ, ദെൻ ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ബ്രെയിൻ അല്ലേ. നമ്മുടെ സ്കള്, നമ്മുടെ തലയോട് നമ്മുടെ ബ്രെയിനിനെ, തലച്ചോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ലേ? ഒരു ഹെൽമെറ്റ്. നമ്മൾ എന്തിനാ ഹെൽമെറ്റ് ഇടുന്നേ?
എന്താണ് നമ്മൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ ഹെൽമെറ്റ് വെക്കുന്നേ? നമ്മുടെ തലേനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നമ്മളിപ്പോൾ തലയിടിച്ച് വീണാലും നമ്മുടെ ഹെൽമെറ്റ് വെച്ചേക്കുന്ന കാരണം നമ്മുടെ തല പ്രൊട്ടക്റ്റഡ് ആയിരിക്കില്ലേ? യെസ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കള്ള് അല്ലേ, നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ദെൻ ഇറ്റ് ഗിവ്സ് പ്രൊട്ടക്ഷൻ ടു ഇയേഴ്സ്, ഐസ് ആൻഡ് നോസ് അല്ലേ. പിന്നെ എന്തിനൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നേ? നമ്മുടെ കണ്ണിനും മൂക്കിനും ചെവിക്കും ഒക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് അല്ലേ സ്കള്ള്, ഇല്ലേ? ഓൾറൈറ്റ്. ദെൻ ലോവർ ജോ ഇസ് മൂവബിൾ ആൻഡ് ഇറ്റ് എനേബിൾസ് ടു ടോക്ക് ആൻഡ് ഈറ്റ് അല്ലേ. നമ്മുടെ ലോവർ ജോ അല്ലേ, കീഴ്ത്താടിയല്ലേ അല്ലേ, അതല്ലേ നമ്മുടെ ലോവർ ജോ. നമുക്ക് അപ്പർ ജോയും ഉണ്ട് ലോവർ ജോ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ലോവർ ജോ കീഴ്ത്താടിയിൽ എന്തിനൊക്കെയാണ് സഹായിക്കുന്നേ? നമുക്ക് സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കള്ളിലെ ചലിക്കാൻ സഹായിക്കുന്ന ഏക അസ്ഥി ഏതാണ്? ലോവർ ജോ ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിളാണ്. അപ്പോൾ എന്താ നോക്കിയാലോ. എ ലോറി ഹിറ്റ് ഓൺ എ 2-wheeler. അപ്പോൾ ബൈക്ക് ഓടിച്ച് വരുന്ന ഒരു ചേട്ടനെ ലോറി വന്നിടിച്ചു. ഓക്കെ, ദ പാസഞ്ചർ ഫെൽ ഓൺ ദ റോഡ് അല്ലേ. അപ്പോൾ ലോറി വന്നിടിച്ചപ്പോൾ എന്താ സംഭവിച്ചേ? ഈ ബൈക്കിലിരുന്ന ചേട്ടൻ റോഡിലോട്ട് തെറിച്ചു വീണു അല്ലേ. ബട്ട് ഹിസ് ഹെഡ് വാസ് നോട്ട് ഇൻജോർഡ് ആസ് ഹി വാസ് വിയറിങ് എ ഹെൽമെറ്റ് അല്ലേ. അപ്പോൾ നമ്മുടെ തലയ്ക്ക് സിവിയർ ആയിട്ടുള്ള ഇഞ്ചുറീസ് ഒന്നും സംഭവിച്ചില്ല. എന്തുകൊണ്ടാണ്? ചേട്ടൻ ഹെൽമെറ്റ് വെച്ചിരുന്നു അല്ലേ. റൂൾസ് ഒക്കെ ഫോളോ ചെയ്യുന്നൊരു ചേട്ടനായിരുന്നു. അതുകൊണ്ടാണ് ലോറി വന്ന് ഇടിച്ചപ്പോൾ ചേട്ടൻ ബൈക്കിൽ നിന്ന് തെറിച്ച് റോട്ടിലേക്ക് വീണു അല്ലേ. അപ്പോൾ ഒബ്വിയസ്ലി തലയിടിച്ച് വീഴണ്ടേ? തലയിടിച്ച് വീണു. എന്നിരുന്നാലും തലയ്ക്ക് സിവിയർ ആയിട്ടുള്ള ഇഞ്ചുറീസ് ഒന്നും തന്നെ സംഭവിച്ചില്ല. കാരണം എന്താണ്? ഹെൽമെറ്റ് വെച്ചിരുന്നു അല്ലേ. ഹിസ് ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് വർ സിവിയർലി ഇഞ്ചുർഡ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലും കൈയും എന്താണ്? സിവിയർ ആയിട്ടുള്ള ഇഞ്ചുറീസ് സംഭവിച്ചു. കാരണം എന്താണ്? യെസ്, ഹാൻഡും ലെഗ്സും എന്താണ്? അവിടെ നമ്മൾ പ്രത്യേക പ്രൊട്ടക്ഷന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അല്ലേ. പക്ഷെ ഹെഡിന് പ്രൊട്ടക്ഷൻ ആയിട്ട് ഹെഡ് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. യെസ്. അപ്പോൾ നമ്മുടെ ബ്രെയിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻസ് ഓർഗൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഹെൽമെറ്റ് ധരിക്കുന്നുണ്ട് തലയിൽ അല്ലേ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു ഹെൽമെറ്റ് എങ്ങനെയാണോ നമ്മുടെ ഹെഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ സ്കള്ളും തലയോടും അല്ലേ, നമ്മുടെ തലച്ചോറിന് ബ്രെയിനിനെയും ഐസ് ദെൻ നോസ് ഇയേഴ്സിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്? സ്കള്ളാണ്. ഓക്കെ, ദെൻ ബോൺസ് ഓഫ് മെനി കൈൻഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അസ്ഥികൾ എന്താണ്? പല വിധത്തിലുള്ള അസ്ഥികളുണ്ട് അല്ലേ. നമുക്ക് നമ്മുടെ സ്കള്ളുണ്ട്, റിബ്സ് ഉണ്ട്, ദെൻ ബാക്ക് ബോൺ എന്താണ്? നമ്മുടെ നട്ടെല്ലുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ. Skull, ribs, vertebral column and other bones differ in their size and shape അല്ലേ. നമ്മുടെ തലയോട്ടിൽ എങ്ങനെയാണ്? ഫ്ലാറ്റ് ആയിട്ടുള്ള ബോൺസ് അല്ലേ ഉള്ളത്? യെസ്. എന്നാൽ നമ്മുടെ റിബ്സിലോ എങ്ങനെയാണ്? ഫ്ലാറ്റ് ആയിട്ടുള്ള ബോൺസ് ആണോ? അല്ല അല്ലേ. നമ്മുടെ റിബ്സ് വാരിയലിൽ എങ്ങനെയാണ്? 12 പെയർ ആയിട്ടുള്ള കേർവ്ഡ് ആയിട്ടുള്ള ബോൺസ് ആണ് അല്ലേ. കേർവ്ഡ് ഷേപ്പിലുള്ള ബോൺസ് ആണ് നമുക്ക് റിബ്സിൽ കാണാൻ പറ്റുന്നത് അല്ലേ. സ്കള്ളിൽ എങ്ങനെയാണ്? ഫ്ലാറ്റ് ആയിട്ടുള്ള ബോൺസ് ആണ് അല്ലേ. ഓക്കെ, ദെൻ വെർട്ടിബ്രൽ കോളം എങ്ങനെയാണ്? എസ് ഷേപ്ഡ് ആണല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കള്ളും റിബ്സും വെർട്ടിബ്രൽ കോളം ഒക്കെ എങ്ങനെയാണ്? ഡിഫർ ചെയ്യുന്നുണ്ടല്ലേ അവരുടെ സൈസിലും ഷേപ്പിലും. ഓക്കെ, ദ സ്കൾ പ്രൊട്ടക്ട്സ് ദ ബ്രെയിൻ അല്ലേ. നമ്മുടെ തലയോട് നമ്മുടെ തലച്ചോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ലേ. ഇൻ ദ സ്കൾ ദ ലോവർ ജോ ബോൺ അലോൺ ഇസ് മൂവബിൾ അല്ലെ. നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. നമ്മുടെ സ്കള്ളിൽ നമ്മുടെ തലയോടിൽ ലോവർ ജോ ബോൺ അല്ലേ, നമ്മുടെ അപ്പർ ജോ ബോണും അല്ല, മറ്റ് ബോൺസ് ഒന്നും അല്ല, ലോവർ ജോ ബോൺ അല്ലെ, നമ്മുടെ കീഴ്ത്താടിയിലാണ് മൂവബിൾ ആയിട്ടുള്ളത് അല്ലേ. ചലിക്കാനുള്ള കപ്പാസിറ്റി ആർക്കാ ഉള്ളത്? നമ്മുടെ കീഴ്ത്താടിയിലാണ്, ലോവർ ജോ ബോണിനാണ്. ഓക്കെ, the vertebral column keeps the body erect അല്ലെ. നമ്മുടെ vertebral column അല്ലെ, നമ്മുടെ vertebral column എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ ബോഡീനെ ഇറക്റ്റ് ആക്കി വെക്കും അല്ലെ. നേരെ നല്ലൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള പോസ്ചർ കൊണ്ടുവരുന്നത് ആരാണ്? vertebral column ആണ്, നട്ടെല്ലാണ് അല്ലേ. ദെൻ നമ്മുടെ ബോഡിയിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ബോൺ ഏതാണ്? നമ്മുടെ ബോഡിയിലെ സ്ട്രോങ്ങസ്റ്റ് ബോൺ ഏതാണ്? ജോ ബോൺ ആണ് അല്ലേ. നമ്മുടെ താടിയിലാണ് ജോ ബോൺ ആണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ബോൺ. ഓക്കെ, ദെൻ certain injuries in the vertebral column causes lifelong paralysis അല്ലേ.
നമ്മുടെ ബാക്ക് ബോൺ അല്ലെ, നമ്മുടെ വെർട്ടിബ്രൽ കോളം അല്ലെ, നമ്മുടെ നട്ടെല്ലിന് എന്തെങ്കിലും ഇഞ്ചുറീസ്, എന്തെങ്കിലും ക്ഷതമേറ്റാൽ എന്താ സംഭവിക്കുക? ജീവിതകാലം ഫുള്ള് പാരാലിസിസ് സംഭവിക്കുക അല്ലെ, തളർവാദം സംഭവിക്കുക അല്ലെ, നമ്മൾ തളർന്നു കിടക്കില്ലേ? നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ നമ്മുടെ അപ്പാപ്പനും അമ്മാമ്മയും ബെഡ് റിഡൺ ആയിരിക്കും അല്ലെ, കിടപ്പ് രോഗമുള്ളവരായിരിക്കും. അവർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവാം? നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിനൊക്കെ അല്ലെങ്കിൽ സ്പൈനൽ കോഡിനൊക്കെ എന്തെങ്കിലും ക്ഷതമേറ്റിട്ടുണ്ടാവാം. ഓക്കെ, ദെൻ റിബ്സ് കവർ ആൻഡ് പ്രൊട്ടക്ട് ദ ലങ്സ് ആൻഡ് ദ ഹാർട്ട് അല്ലെ, നമ്മൾ കണ്ടിരുന്നു അല്ലേ? നമ്മുടെ വാരിയല് റിബ്സ് എന്താണ്? ഒരു റെയിൻ കോട്ട് പോലെ അല്ലെങ്കിൽ ഒരു അംബ്രല്ല പോലെ നമ്മുടെ ശ്വാസകോശത്തെയും ലങ്സിനെയും ഹാർട്ടിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ലേ? യെസ്. The thigh bone is the largest bone in the human body. അല്ലേ, ലാർജസ്റ്റ് ബോൺ ഏതാണ്? നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ലാർജസ്റ്റ് ബോൺ ഏതാണ്? തൈ ബോൺ ആണ്. ഓക്കെ, തുടയലാണ് ലാർജസ്റ്റ് ബോൺ. സ്ട്രോങ്ങസ്റ്റ് ബോൺ ഏതായിരുന്നു? സ്ട്രോങ്ങസ്റ്റ് ബോൺ ഏതാണ്? ഏതാണ്? ജോ ബോൺ ആണ്. ഓക്കെ, ജോ ബോൺ ആണ് സ്ട്രോങ്ങസ്റ്റ് ബോൺ. ലാർജസ്റ്റ് ബോൺ ഏതാണ്? തുടയലാണ്. ഓക്കെ, തൈ ബോൺ ആണ്. Then the thigh bone is the largest bone in the human body. Stapes in the ear is the smallest bone in the human body. അപ്പോൾ സ്മോളസ്റ്റ് ബോൺ ഏതാണ്? ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് മനുഷ്യ ശരീരത്തിൽ? നമ്മുടെ ചെവിയിൽ കാണുന്ന സ്റ്റപ്പീസ് എന്ന് പറയുന്ന ബോണാണ് സ്മോളസ്റ്റ് ബോൺ. ഓക്കെ, നമുക്കതിൻ്റെ പിക്ചറൊക്കെ നോക്കിയാലോ? യെസ്. അപ്പോൾ ഈ പിക്ചറിൽ നമ്മുടെ തൈ ബോൺ എവിടെയാണ് കാണാൻ പറ്റും നിങ്ങൾക്ക്? യെസ്, ഈ റീജിയൻ ആണല്ലേ, ഈ ഭാഗമാണ് നമ്മുടെ തൈ ബോൺ എന്ന് പറയുന്നത്. ഓക്കെ, തൈ ബോൺ നമ്മുടെ തുടയലാണ് ലാർജസ്റ്റ് ബോൺ. ക്ലിയർ ആയോ? യെസ്. ദെൻ നമ്മുടെ സ്മോളസ്റ്റ് ബോൺ ഏതാണ്? നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ കാണാൻ പറ്റുന്ന സ്മോളസ്റ്റ് ബോൺ ഏതാണ്? സ്റ്റപ്പീസ് ആണ് അല്ലേ. സ്റ്റപ്പീസ് നമ്മുടെ ചെവിയിൽ കാണുന്ന ഈ റീജിയനിലാണ് നമ്മൾ സ്റ്റപ്പീസ് കാണുന്നത്. ഓക്കെ, സോ സ്റ്റപ്പീസ് ഇസ് ദ സ്മോളസ്റ്റ് ബോൺ പ്രസന്റ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ഓക്കെ, ദെൻ ഈ പിക്ചർ നോക്കിക്കേ. ഇതിൽ നമുക്ക് ക്ലിയർ ആയിട്ട് സ്റ്റപ്പീസ് കാണാം അല്ലേ? യെസ്. സോ ഈ കാണുന്നതാണ് സ്റ്റപ്പീസ്. ഓക്കെ, കണ്ടില്ലേ എത്ര ചെറുതാണ് സ്റ്റപ്പീസ്? യെസ്. സോ സ്റ്റപ്പീസ് ഇസ് ദ സ്മോളസ്റ്റ് ബോൺ പ്രസന്റ് ഇൻ ദ ഹ്യൂമൻ ബോഡി. അത് എവിടെയാണ് കാണുന്നത്? ഇയറിലാണ്, ചെവിയിലാണ് കാണുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് ആണ് പ്രോപ്പർ പോസ്ചേഴ്സ് ഓഫ് ദ ബോഡി. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ശരിയായ പോസ്ചേഴ്സ്. ഓക്കെ, അതെങ്ങനെയാണ്? എങ്ങനെ നമ്മൾ പ്രോപ്പർ പോസ്ചറിലാണെന്ന് ഒരാൾ പ്രോപ്പർ പോസ്ചറിലാണെന്ന് എങ്ങനെ പറയാം? നേരെ നിൽക്കുമ്പോൾ അല്ലേ, നമ്മുടെ വെർട്ടിബ്രൽ കോളം ഒക്കെ ബെൻഡ് ആവാത്ത രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ അല്ലെ, നമ്മളിങ്ങനെ ബെൻഡ് ചെയ്തൊക്കെ നിന്നാൽ ഇങ്ങനെയൊക്കെ നിന്നാൽ അത് പ്രോപ്പർ പോസ്ചർ ആണോ? ശരിയായ നിലയാണോ? ശരിയായ ശരീരത്തിൻ്റെ നിലയാണോ? അല്ല അല്ലേ. നമ്മളെങ്ങനെ നിൽക്കണം? നമ്മുടെ ഷോൾഡറൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ വെർട്ടിബ്രൽ കോളമൊക്കെ നമ്മൾ ഇറക്റ്റ് ആയിട്ട് വെക്കണം അല്ലേ. പ്രോപ്പർ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം എന്നല്ലേ പറയാം? യെസ്. So the proper postures are to be maintained for the health and longevity of the vertebral column. അല്ലെ, നമ്മുടെ നട്ടെല്ല് അല്ലെ, നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിൻ്റെ നല്ല ആരോഗ്യത്തിനും ലോഞ്ചിവിറ്റിക്കും വേണ്ടിയിട്ട് അല്ലേ, കേടുപാടൊന്നും പെട്ടെന്ന് സംഭവിക്കാൻ പാടില്ല അല്ലെ, പെട്ടെന്ന് ക്ഷതമൊന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആരോഗ്യത്തോടെ കൊണ്ടുനടക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശരിയായ ശരീരനില നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ, പ്രോപ്പർ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. യെസ്. Then look at the right postures to be followed while sitting, standing and lying. അല്ലെ, അപ്പോൾ ഇതിൽ നമുക്ക് കുറേ പിക്ചേഴ്സ് കാണാം അല്ലേ. ഇതിൽ നമുക്ക് കുറേ പോസ്ചേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ, കുറേ ശരീരനിലകൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കേണ്ടത്? എങ്ങനെ ഇരിക്കണ്ടേ? ഇവിടെ ഫസ്റ്റത്തെ പിക്ചർ നോക്കിക്കേ. ആദ്യത്തെ പോസ്ചറിൽ എങ്ങനെ കാണുന്നേ? ഇങ്ങനെ കഴുത്തൊക്കെ ചെരിച്ച് കുനിഞ്ഞു പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. അത് ശരിയായ ശരീരനിലയാണോ? അല്ല അല്ലേ, നമ്മൾ അങ്ങനെയല്ല ഇരിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ. നെക്സ്റ്റ് പോസ്ചർ എങ്ങനെയാണ്? നന്നായിട്ട് മലർന്നാണ് ഇരിക്കുന്നത് അല്ലേ, നന്നായിട്ട് ബാക്കിലോട്ടാണ് ഇരിക്കുന്നത് അല്ലേ. അത് പ്രോപ്പർ പോസ്ചർ ആണോ? അല്ല. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ. കിടന്നുകൊണ്ടാണ് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നത് അല്ലേ. കിടന്നുകൊണ്ട് യൂസ് ചെയ്യാൻ പാടുമോ? പാടില്ല. കാരണം എന്താണ്? ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആയിട്ടല്ല നമ്മൾ വെച്ചിരിക്കുന്നത് അല്ലേ. ഓക്കെ, ദെൻ പ്രോപ്പർ പൊസിഷൻ എങ്ങനെയാണ്? പ്രോപ്പർ പോസ്ചർ എങ്ങനെയാണ്? യെസ്, നമുക്ക്
ഇവിടെ ഫോർത്ത് പോസ്ചറിൽ കാണാം അല്ലേ, നമ്മുടെ ബാക്ക് ബോൺ ഒക്കെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് അല്ലേ. യെസ്. ദെൻ ഇങ്ങനെയും നമുക്ക് ഇരിക്കാം അല്ലേ. നമ്മളെങ്ങനെ എല്ലാത്തിനും നമ്മൾ എങ്ങനെ കാണുന്നത്, നമ്മുടെ ബാക്ക് ബോൺ നല്ല സ്ട്രെയിറ്റ് ആയിട്ടാണ് പിടിച്ചിരിക്കുന്നത്. നമ്മൾ ബെൻഡ് ചെയ്യുന്നുണ്ടോ, ഫോർവേഡ് ബെൻഡ് ചെയ്യുന്നുണ്ടോ, ബാക്ക്വേർഡ് ബെൻഡ് ചെയ്യുന്നുണ്ടോ, ഇല്ല അല്ലേ. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. യെസ്. അല്ലെങ്കിൽ നമ്മൾ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നിൽക്കേണ്ടത്, ഷോൾഡർ ഒക്കെ സ്ട്രെയിറ്റ് ആയിട്ട്, ബാക്ക് ബോൺ ഒക്കെ ഇറക്റ്റ് ആയിട്ട് വേണം നിൽക്കാനായിട്ട്. ഓക്കെ. യെസ്. Which posture has to be maintained while lifting a weight? അപ്പോൾ നമ്മളൊരു ഭാരമുള്ളൊരു കാര്യം നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, ഭാരമുള്ളൊരു വസ്തു നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ നമ്മുടെ പോസ്ചർ കീപ്പ് ചെയ്യണ്ടേ, എങ്ങനെയാണ്? While lifting a weight, keep our backbone straight and bend the knee and take the weight. അല്ലെ, അപ്പം എങ്ങനെ എടുക്കേണ്ടത്, നമ്മൾ ഭാരമുള്ള വസ്തു എങ്ങനെ എടുക്കേണ്ടത്? നമ്മൾ നമ്മുടെ ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം അല്ലേ. എന്നിട്ട് നമ്മൾ നമ്മുടെ നീ വേണം ബെൻഡ് ചെയ്യാനായിട്ട്, അല്ലെ നമ്മുടെ മുട്ട് വേണം ബെൻഡ് ചെയ്യാനായിട്ട്. നമ്മുടെ ബാക്ക് ബോൺ ബെൻഡ് ചെയ്യാൻ പാടുമോ? പാടില്ല. ഓക്കെ, അപ്പം എങ്ങനെ വേണമെന്നാ പറയുന്നേ? യെസ്, ഇതുപോലെ വേണം അല്ലേ. നമ്മുടെ ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആയിട്ട്, നമ്മുടെ നീ വേണം ബെൻഡ് ചെയ്യാനായിട്ട് അല്ലേ. അല്ലാതെ എങ്ങനെയാണ് ഈ പിക്ചർ നോക്കിക്കേ, ഇവിടെ ബാക്ക് ബോൺ കംപ്ലീറ്റ് ബെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം അങ്ങനെ ചെയ്യാൻ പാടുമോ? പാടില്ല അല്ലേ. മറിച്ച് ഇങ്ങനെ വേണം, ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആയിട്ട്, നീ വേണം ബെൻഡ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? ഓക്കെ. ഹൗ ഡു യു സിറ്റ് ഇൻ ദ ക്ലാസ് റൂം? യെസ്. അപ്പം മിസ്സൊക്കെ ഇപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നേ, ചെരിഞ്ഞും ഒടിഞ്ഞു തൂങ്ങിയൊക്കെ ആണോ ഇരിക്കുന്നേ? അല്ല അല്ലെ, എൻ്റെ മക്കൾ നല്ല രീതിയിലാണ് ഇരിക്കുന്നത് അല്ലേ. ബാക്ക് ബോൺ ഒക്കെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ടാണോ ഇരിക്കുന്നേ? അതെ അല്ലേ. യെസ്. സോ ഇറ്റ് ഇസ് നെസസറി ടു കീപ് ദ വെർട്ടിബ്രൽ കോളം സ്ട്രെയിറ്റ് ഇൻ എവറി ഇൻസ്റ്റൻസ് അല്ലേ. ഏത് സിറ്റുവേഷനിലായാലും, നമ്മുടെ ക്ലാസ് റൂമിലായിക്കോട്ടെ, നമ്മൾ വീട്ടിൽ പഠിക്കുകയായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുകയായിക്കോട്ടെ, എപ്പോഴായാലും നമ്മൾ വെറുതെ നിൽക്കുവാണെങ്കിൽ കൂടി നമ്മൾ എങ്ങനെ നിൽക്കണം എന്നാ പറയുന്നേ? വെർട്ടിബ്രൽ കോളം സ്ട്രെയിറ്റ് ആയിട്ട് വേണം നിൽക്കാനായിട്ട്. ഓക്കെ. Bending of the vertebral column will adversely affect its health അല്ലേ. അപ്പം എന്താ പറയുന്നത്, നമ്മൾ നമ്മുടെ നട്ടെല്ല് ചെരിച്ച് അല്ലെങ്കിൽ കുനിഞ്ഞൊക്കെയാണ് നിൽക്കണമെങ്കിൽ, സ്ട്രെയിറ്റ് ആയിട്ടല്ല നിൽക്കണേ, ബെൻഡിങ് ഒക്കെ ആയിട്ടാണ് നിൽക്കണമെങ്കിൽ എന്ത് സംഭവിക്കുന്ന പറയുന്നത്? നമ്മുടെ നട്ടെല്ലിൻ്റെ ആരോഗ്യത്തെ ഇത് ബാധിക്കും അല്ലെ. ഇറ്റ് വിൽ എഫക്റ്റ് ദി ഹെൽത്ത് ഓഫ് ആർ വെർട്ടിബ്രൽ കോളം. ഓക്കെ. ദിസ് മേ ഓൾസോ ബ്രിങ് അബൌട്ട് ബാക്ക് പെയിൻ. അത് ബാക്ക് പെയിനും കോസ് ചെയ്യും അല്ലെ. നമ്മൾ കുറേ നേരം ഇങ്ങനെ ബെൻഡ് ചെയ്ത് നിൽക്കുകയാണ്, ചെരിഞ്ഞൊക്കെ നിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് പുറം വേദന ഉണ്ടാവും അല്ലേ, ബാക്ക് പെയിൻ ഉണ്ടാവും. അപ്പം ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? അത് മാത്രമല്ല, നമുക്ക് ശരിക്കും നന്നായിട്ട് ക്ലാസ് ഒക്കെ ശ്രദ്ധിച്ച് കേൾക്കണമെങ്കിൽ, പറയുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. എന്നാലാണ് ശരിക്കും കേട്ട് അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ചെരിഞ്ഞിരിക്കുന്നേക്കാളും പെട്ടെന്ന് നമുക്ക് ശരിക്കും കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുന്നത് നേരെ ഇരിക്കുമ്പോഴല്ലേ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യണം. ഓക്കെ, നിങ്ങൾ ചെരിഞ്ഞും കിടന്നൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ ഇനി നിങ്ങൾ ശരിക്കും ബാക്ക് ബോൺ ഒക്കെ സ്ട്രെയിറ്റ് ആയിട്ട്, വെർട്ടിബ്രൽ കോളൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിരുന്ന് പഠിച്ചിട്ട് നോക്കണം. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ. യെസ്. ദെൻ ഇപ്പം നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എന്തോരം ബോൺസ് ഉണ്ട്? 206 അല്ലെ, 206 ബോൺസ് ആണ് നമ്മുടെ ബോഡിയിൽ പ്രസന്റ് ആയിട്ടുള്ളത് അല്ലേ. അറൌണ്ട് 300 ബോൺസ് ആർ ദർ ഇൻ ദ ബോഡി അറ്റ് ദ ടൈം ഓഫ് ബർത്ത് അല്ലേ. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ജനിക്കുന്ന സമയത്ത് എന്തോരം അസ്ഥികൾ ഉണ്ടായിരുന്നു? 300 ബോൺസ് ഉണ്ടായിരുന്നു. ഓക്കെ, 300 ബോൺസ് ആണ് ഒരാൾ ജനിക്കുമ്പോൾ ഉണ്ടാവുന്നത് അല്ലേ. പിന്നെ എങ്ങനെയാണ് നമ്മളിപ്പോൾ 206 ബോൺസ് നമ്മുടെ ബോഡിയിലുള്ളതെന്ന് പറയാൻ കാരണം എന്താണ്? എന്തായിരിക്കും കാരണം? By adulthood, certain bones fuse together and the number reduces to 206 അല്ലേ. അപ്പോൾ ഒരു വ്യക്തി ജനിക്കുമ്പോൾ 300 അസ്ഥികൾ ഉണ്ടായിരുന്നു. ഓക്കെ, 300 ബോൺസ് ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണത് 206 ബോൺസ് ആയത്? അഡൾട്ട്ഹുഡ് എത്തുമ്പോൾ അല്ലേ. നമുക്ക് ഒരു 20, 21, 25 വയസ്സൊക്കെ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നേ? ചില അസ്ഥികൾ ഫ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ചില അസ്ഥികൾ ഒരുമിച്ച് കൂടുന്നുണ്ട്, അത് ഫ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അത് 206 എന്ന നമ്പറിലോട്ട് എത്തുന്നത്. ക്ലിയർ ആയോ? certain bones fuse together and eventually there will be 206 bones present. ഓക്കെ അല്ലേ? യെസ്. സോ നോക്കിക്കേ, എങ്ങനെയാണ് ഈ 206 എന്ന് പറയുന്ന നമ്പറിലോട്ട് എത്തുന്നത്?
നമ്മുടെ സ്കള്ളിൽ എന്തോരം ബോൺസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചത്? നമ്മൾ ഓരോ ബോൺസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ ഓരോ ഭാഗത്തും അല്ലേ, ഓരോ ഭാഗത്തും എന്തോരം ബോൺസ് ഉണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. നമ്മുടെ സ്കള്ളിൽ എന്തോരം ബോൺസ് ഉണ്ട്? 22. ഓക്കെ, സ്കള്ളിൽ 22 ബോൺസ് ഉണ്ട്. ഓക്കെ, ദെൻ റിബ്സിൽ എന്തോരം ബോൺസ് ഉണ്ട്? 24. ഓക്കെ, ദെൻ ഓരോ കാലിലും എന്തോരം ഉണ്ട്? 30 ബോൺസ് ഈച്ച്. ദെൻ വേസ്റ്റ് അല്ല, നമ്മുടെ ഹിപ്പിൽ, നമ്മുടെ ഇടുപ്പിൽ എന്തോരം ബോൺസ് ഉണ്ട്? 2 ബോൺസ് ആണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ വെർട്ടിബ്രൽ കോളം, നട്ടെല്ലിൽ എന്തോരം ബോൺസ് ഉണ്ട്? 33. ദെൻ ഓരോ കൈയിലും എന്തോരം ബോൺസ് ആണുള്ളത്? 32. ദെൻ നമ്മുടെ ചെസ്റ്റ് ബോൺ, ഓക്കെ, ചെസ്റ്റ് ബോണിൽ എന്തോരം ബോൺസ് ആണ്? ഒരൊറ്റ ബോണാണ് നമ്മുടെ ചെസ്റ്റിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, മാറിൽ ഒരൊറ്റ ബോണാണ്, മാറിൽ ഒരൊറ്റ അസ്ഥി കൊണ്ടാണ് മേഡപ്പ് ആയിട്ടുള്ളത്. ക്ലിയർ ആണോ? നമ്മൾ സ്കെലിറ്റൻ സിസ്റ്റത്തിൻ്റെ ഇമേജ് കണ്ടിരുന്നു അല്ലേ. അപ്പോൾ ആ പിക്ചറിൽ നമ്മുടെ നോസ് അല്ലേ, നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്തോ അല്ലെങ്കിൽ നമ്മുടെ ചെവി അല്ലെ, അതായത് പിന്ന, ഔട്ടർ ഇയറിനെയാണ് നമ്മൾ പിന്ന എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള നമ്മുടെ ചെവിയുടെ റീജിയൻ. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ പിന്ന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഔട്ടർ ഇയർ. ഓക്കെ, അപ്പോൾ ഈ പിന്നയിലോ അല്ലെങ്കിൽ നോസിലോ എവിടെയെങ്കിലും നിങ്ങൾ ബോൺസ് കണ്ടിരുന്നോ? നമ്മുടെ ചെവിയുടെ ഈ റീജിയനിലോ അല്ലെങ്കിൽ മൂക്കിലോ അസ്ഥികളുണ്ടോ? ഇല്ല അല്ലെ, അവിടെ നമുക്ക് അസ്ഥികൾ കാണാൻ കഴിയില്ല. അപ്പോൾ അവിടെ എന്താ കാണാൻ പറ്റുക? അപ്പോൾ അവിടെ ആ ഒരു ഷേപ്പും ആ ഒരു സ്ട്രെങ്ത്തും കൊടുക്കുന്നത് ആരായിരിക്കും? കാർട്ടിലേജസ് ആണ്. ഓക്കെ, തരുണാസ്ഥികളാണ് നോസിലും ദെൻ പിന്നയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ വി ക്യാൻ സേ സോഫ്റ്റ് ബോൺസ് ആർ സീൻ ഇൻ നോസ് ആൻഡ് ഇയർ. ദീസ് ആർ കോൾഡ് കാർട്ടിലേജ്. ഓക്കെ, അപ്പോൾ കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? തരുണാസ്ഥികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ മൃദുലമായിട്ടുള്ള അസ്ഥികളാണ്. ഓക്കെ, അസ്ഥികൾ എന്താ പൊതുവെ ഹാർഡാണ് അല്ലേ, പക്ഷെ തരുണാസ്ഥികൾ എന്താണ്? വളരെ മൃദുലമായിട്ടുള്ള അസ്ഥികളാണ്. സോഫ്റ്റ് ബോൺസ് ആണ് നമുക്ക് നമ്മുടെ പിന്നയിലും നോസിലും കാണാൻ സാധിക്കുന്നത്. ഓക്കെ, cartilages are more in number in children. ഓക്കെ, അപ്പോൾ ഈ തരുണാസ്ഥികൾ അതായത് ഈ കാർട്ടിലേജസ് കൂടുതൽ നമുക്ക് ഇവിടെ ആരിലാണ് കാണാൻ സാധിക്കുന്നത്? കുട്ടികളിലാണ്. ഓക്കെ, ചിൽഡ്രനിലാണ് നമുക്ക് കൂടുതലും കാർട്ടിലേജസ് അല്ലെങ്കിൽ തരുണാസ്ഥികൾ കാണാൻ പറ്റുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ഇനി നമുക്ക് നമ്മുടെ ചലനവും എങ്ങനെയാണ് നടക്കുന്നത് നോക്കിയാലോ. Try to do the following activities by tying a long stick behind your elbow. അപ്പോൾ എന്താ പറയുന്നേ? നമ്മുടെ എൽബോ അല്ലേ, നമ്മുടെ കൈമൂട്ടിൻ്റെ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നേ? ഒരു വലിയ സ്റ്റിക്ക് നമ്മളിവിടെ കെട്ടി വെക്കാൻ പോവാ. ഓക്കെ, ആക്ട് as if you are eating food by lifting the hand tied with the stick. അപ്പോൾ എന്താ ഉണ്ടായത്? നമ്മൾ നമ്മുടെ കൈ സ്റ്റിക്ക് വെച്ചിട്ട് ചേർത്ത് കെട്ടി അല്ലേ, നമ്മുടെ ഈ ജോയിൻറ്റ് വരുന്ന ഇവിടെ തൊട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു സ്റ്റിക്ക് വെച്ച് നമ്മൾ ടൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല അല്ലെ. നമ്മുടെ കൈ ഒരു സ്റ്റിക്ക് വെച്ച് കെട്ടിയിട്ട് നമുക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ നമുക്ക് കൈ ബെൻഡ് ചെയ്യണം അല്ലേ, ബെൻഡ് ചെയ്യണം, കൈക്ക് മൂവ്മെൻറ്റ്, ചലനം കൊണ്ടുവരണം അല്ലേ. പക്ഷെ ഒരു സ്റ്റിക്ക് വെച്ച് കെട്ടിയാൽ അത് പോസിബിൾ ആണോ? കൈ ചലിക്കാൻ പോസിബിൾ ആണോ? അല്ല, പോസിബിൾ അല്ല അല്ലേ. Show with the same hand how you brush your teeth. Why can't you do these activities? അപ്പോൾ അതുപോലെ തന്നെ സ്റ്റിക്ക് വെച്ച് കെട്ടിയ കൈ കൊണ്ട് തന്നെ ബ്രഷ് ചെയ്യാനൊന്ന് ശ്രമിച്ചു നോക്കിക്കേ. പറ്റുമോ? നമുക്ക് പറ്റില്ല. കാരണം എന്താ? സ്റ്റിക്ക് വെച്ച് കൈ കെട്ടിയിരിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ കൈ ചലിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഈ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തത്? എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ജോയിൻസിന്റെ മൂവ്മെന്റിനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അല്ലേ. ജോയിൻസ് എന്താണ്? അസ്ഥിസന്ധികളാണ് അല്ലേ. അസ്ഥിസന്ധികളാണ് ജോയിൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഈ ജോയിൻസിന്റെ മൂവ്മെന്റിനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, when the stick gets tied to our hands we cannot bend our hands അല്ലേ. ഒരു സ്റ്റിക്ക് വെച്ച് നമ്മുടെ കൈ ടൈ ചെയ്യുമ്പോൾ നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റുമോ? ബെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ബ്രഷ് ചെയ്യാനും പോസിബിൾ അല്ല, ഫുഡ് കഴിക്കാനും പോസിബിൾ അല്ല. What is the arrangement in your hand to help you perform these actions easily? അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ജോയിൻസ് ആണ് അല്ലേ. ജോയിൻസ് ആണ്. ഓക്കെ, അസ്ഥിസന്ധികളാണ് നമ്മളെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ,
മൂവ് യുവർ പാംസ് ആൻഡ് എൽബോസ്. നമ്മൾ നമ്മുടെ പാംസ് ഒക്കെ മൂവ് ചെയ്യാണ്, ദെൻ എൽബോസ് മൂവ് ചെയ്യാണ്. ക്യാൻ യു മൂവ് ബോത്ത് ഇൻ ദ സെയിം വേ? രണ്ടിനെയും ഒരേപോലെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ പാമാണല്ലേ, നമ്മുടെ പാമ്പിനെ നമുക്ക് അപ്പ് ഡൗൺ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ എൽബോയോ നമുക്ക് അത്രയും മൂവ്മെന്റ് പോസിബിൾ ആണോ? അത്ര മൂവ്മെന്റ് പോസിബിൾ അല്ല അല്ലേ? എക്സാമിൻ ദ വേസ് ഇൻ വിച്ച് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ലൈക്ക് നെക്ക്, നീ ആൻഡ് ഫിംഗേഴ്സ് ക്യാൻ ബി മൂവ്ഡ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വിരലുകളും കഴുത്തും ദെൻ കൈമുട്ടും കാൽമുട്ടും ഒക്കെ എങ്ങനെയാണ് നമുക്ക് ഏതൊക്കെ രീതിയിൽ എത്ര എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കിയാലോ? ഓക്കെ.